അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ഭാഗം 1 കാണാത്തവർക്ക് വേണ്ടി ലിങ്ക് കമൻറ്റ് ബോക്സിൽ പിൻ ചെയ്തിട്ടുണ്ട്. പ്ലീസ് സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്ത് കാണുക. ലൈക്കും ഷെയറും കമൻറ്റും ചെയ്യാൻ മറക്കരുത്. സൈനബ് കാത്തിരിക്കുകയാണ് നിറകണ്ണുകളോടെ. അവളുടെ ഹൃദയമിടിപ്പിന് ബദറിലെ കുതിരക്കുളമ്പടികളുടെ താളമാണ്. വാർത്തയുമായി എത്തിയ ആളെ കണ്ടതും അവൾ ഓടി അയാളുടെ അടുത്തേക്ക് ചെന്നു. എൻ്റെ പിതാവിന് എങ്ങനെയുണ്ട്? അദ്ദേഹം സുരക്ഷിതനാണ്. യുദ്ധം മുസ്ലിങ്ങൾ ജയിച്ചു. ദൈവത്തിന് സ്തുതി. ഹൃദയത്തിൽ അഗ്നി നിറച്ചുകൊണ്ട് വിറയാർന്ന ചുണ്ടുകളോടെ അവൾ വീണ്ടും ചോദിച്ചു, എൻ്റെ ഭർത്താവ്? അദ്ദേഹം ബന്ദിയാക്കപ്പെട്ടു. മോചനമൂല്യം നൽകിയാൽ വിട്ടയക്കപ്പെടും. ദൈവമേ, സർവ്വലോക പരിപാലക, നിനക്കാകുന്നു സർവസ്തുതിയും. നന്ദി, 1000 നന്ദി. മദീനയിലെ ബദറിൻ്റെ ജേതാവ് ദൈവദൂതൻ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ബന്ദികളെ മോചനമൂല്യം സ്വീകരിച്ചു വിട്ടയക്കുന്ന തിരക്കിലാണ്. മക്കയുടെ നേതാക്കൾ, ഉന്നത കുലജാതര്, പ്രമാണിമാര് തങ്ങൾ ആട്ടിയൊടിച്ചവൻ്റെ മുന്നിൽ, തങ്ങൾ മർദ്ദിച്ചവരുടെ, അടിമകളാക്കിയവരുടെ മുന്നിൽ കുനിഞ്ഞ ശിരസ്സുകളോടെ നിൽക്കുന്നു. കാല്യത്തിൻ്റെ കാവ്യനീതി. അടുത്തതായി തിളങ്ങുന്ന ഒരു മുത്തുമാല നബിയുടെ കയ്യിലെത്തി. ഒരു നിമിഷം നബി സ്തബ്ധനായി അതിലേക്ക് തന്നെ നോക്കി നിന്നുപോയി. പതിയെ ആ മനോഹര നയനങ്ങൾ അശ്രുഗണങ്ങളാൽ അവ്യക്തമായി. ഇതാരുടെ മോചനമൂല്യമാണ്? അബുൽ ആസ് ഇബ്നു റബീഹ്. ഒരു തുള്ളി കണ്ണുനീർ നബി പോലും അറിയാതെ അദ്ദേഹത്തിൻ്റെ കവിളുകളിലൂടെ ഒലിച്ചിറങ്ങി. സ്വഹാബികൾക്ക് ഇത് ഞെട്ടലുണ്ടാക്കി. തായിഫിൻ്റെ പീഡനങ്ങൾ, മക്കയുടെ ക്രൂരതകൾ, കുടൽമാലക്കടിയിൽ കിടന്ന വേദനകൾ, നനയ്ക്കാത്ത തങ്ങളുടെ നായകൻ്റെ നയനങ്ങൾ ഇതാ നിറഞ്ഞിരിക്കുന്നു. നബിയെ, എന്തു പറ്റി? ജമ്മിലൂനി ജമ്മിലൂനി ഖദീജ, മുഹമ്മദിൻ്റെ പ്രിയ പത്നി. പ്രതിസന്ധികളിൽ എന്നും നബിക്ക് താങ്ങും തണലുമായി നിന്നവൾ. അസ്ഥികളിൽ കുളിര് പകരുന്ന ജ്വരതീക്ഷ്ണതയിൽ തനിക്ക് പുതപ്പേകിയവൾ. തൻ്റെ വിഹ്വലതകളിൽ എന്നും തൻ്റെ മടിത്തട്ട് തലയിണയാക്കി തന്നവൾ. സമ്പന്നതയുടെ മടിത്തട്ടിൽ നിന്നും തന്നെ വിശ്വസിച്ചു ഷിഅബ് അബി ത്വാലിബിൻ്റെ പട്ടിണിയിലേക്ക് ഇറങ്ങി വന്നവൾ. മരണപ്പെടുന്നതിന് മുമ്പ് ഖദീജ സൈനബിന് നൽകിയ അവരുടെ മാലയാണ് ഇപ്പോൾ വീണ്ടും തൻ്റെ കൺമുന്നിൽ എത്തിയിരിക്കുന്നത്. മദീനയിൽ ബദറിൻ്റെ വിജയ ആഹ്ലാദം പകരുന്ന ആ സായാഹ്നത്തിൽ ഓർമ്മകൾ ഇരമ്പുകയായിരുന്നു. അന്നവിടെ കൂടി നിന്ന ഓരോ ആളും നബിക്കൊപ്പം ആ വിരഹവേദന അറിഞ്ഞു. ഇടറുന്ന ശബ്ദത്തോടെ നബി അത് പറഞ്ഞൊപ്പിച്ചു, ഇതെൻ്റെ ഖദീജയുടെ മാലയാണ്. എൻ്റെ പ്രിയ സഹജന്മാരെ, നിങ്ങൾ എല്ലാവർക്കും നിങ്ങളിലെ അവസാനത്തെ ആൾക്ക് വരെ സമ്മതം ആണെങ്കിൽ, പൂർണ്ണ സമ്മതമാണെങ്കിൽ മാത്രം ഞാൻ ഈ മാല എൻ്റെ മകൾക്ക് തന്നെ തിരികെ നൽകിക്കോട്ടെ. അവർക്ക് ഉത്തരം നൽകാൻ അല്പം പോലും സംശയിക്കേണ്ടി വന്നില്ല. നബിയുടെ വേദന ആവാഹിച്ച മനസ്സുകൾക്ക് കൂട്ടമായി മറുപടി നൽകി, തീർച്ചയായും നബിയെ, അത് തിരികെ നൽകിയാലും. അബുൽ ആസ് മോചിതനായി. തിരിച്ചയക്കും മുമ്പ് നബി അദ്ദേഹത്തെ മാറ്റി നിർത്തി സ്വകാര്യമായി ഒരു കാര്യം അദ്ദേഹത്തോട് പറഞ്ഞു. ഞങ്ങൾക്കെതിരെ യുദ്ധം ചെയ്യാൻ വന്നതോടുകൂടി നീ ഇപ്പോൾ ഇസ്ലാമിൻ്റെ തന്നെ ശത്രു ആയി മാറിയിരിക്കുന്നു. ഒരു മുസ്ലിമിന് ഭർത്താവായിരിക്കാൻ നീ ഇപ്പോൾ യോഗ്യനില്ലാതായിരിക്കുന്നുവല്ലോ. അതിനാൽ സൈനബിനോട് മദീനയിലെ ഇസ്ലാമിക സമൂഹത്തോടൊപ്പം ചേരാൻ ഞാൻ ആവശ്യപ്പെട്ടിരിക്കുന്നു എന്ന വിവരം അവളെ അറിയിക്കുക. നെഞ്ചിൽ അതിശക്തമായ ഒരു പ്രഹരം കിട്ടിയതുപോലെയായിരുന്നു ആ വാക്കുകൾ അബുൽ ആസിന്. പക്ഷേ അദ്ദേഹം മറുത്തൊന്നും പറഞ്ഞില്ല. കുനിഞ്ഞ ശിരസ്സുമായി അയാൾ മദീന വിട്ടു. മക്കയുടെ അതിർത്തിയിൽ അബുൽ ആസിൻ്റെ വരവും കാത്ത് ആകാംക്ഷയോടെ നിൽക്കുകയാണ് സൈനബ്. ഒടുവിലതാ മരുഭൂമിയിൽ ദൂരെ പൊട്ടുപോലെ അവൾക്കവനെ കാണാം. മുഖത്ത് ആശങ്ക മാറി പുഞ്ചിരി നിറഞ്ഞു. പക്ഷേ പ്രതീക്ഷിച്ച പോലെ ഒന്നും ഉണ്ടായില്ല. അബുൽ ആസ് അവളെ വാരിപ്പുണർന്നില്ല. മുഖത്ത് ചുടുചുംബനങ്ങൾ നൽകിയില്ല. ആ മാല അവളുടെ കയ്യിൽ വെച്ചു കൊടുത്ത് അവൻ അവളുടെ പിതാവ് പറയാൻ ആവശ്യപ്പെട്ട കാര്യം മാത്രം പറഞ്ഞു. ഒരു തരം നിർവികാരതയോടെ. സൈനബ് ഒന്നും പറഞ്ഞില്ല. എത്ര പെട്ടെന്നാണ് ദുഃഖവും സന്തോഷവുമെല്ലാം മാറി മാറി മറിയുന്നത്. നിർവികാരരായി, നിശബ്ദരായി അവർ വീട്ടിലേക്ക് തിരിച്ചു നടന്നു. ഒരു നാൾ അവർ പ്രണയത്തിൻ്റെ മലരിവന്നികൾ തീർത്ത മക്കയുടെ വഴിത്താരകളിലൂടെ പ്രണയശൂന്യതയുടെ ഭാരവും ഹൃദയത്തിലേറ്റി. അവർ ഒന്നും പരസ്പരം സംസാരിച്ചില്ല. അവരുടെ ഹൃദയങ്ങൾ പരസ്പരം സംസാരിക്കുന്നുണ്ടായിരുന്നു. സൈനബ്, അവളുടെ ചിന്തകൾ, ആദർശത്തോടുള്ള പ്രണയവും പ്രിയതമനോടുള്ള പ്രണയവും തമ്മിൽ ഹൃദയരണാങ്കളത്തിൽ പോരാടിയ നിമിഷങ്ങൾ. ഒടുവിൽ അതിലൊരു പ്രണയം അവിടെ പരാജയപ്പെട്ടു വീണു. മരിച്ചില്ലെങ്കിലും സൈനബ് മദീനയിലേക്ക് പോകാൻ തീരുമാനിച്ചു കഴിഞ്ഞിരുന്നു. വീട്ടിലെത്തിയ ശേഷം തൻ്റെ 2 മക്കളെയും കൂട്ടി യാത്ര പുറപ്പെടും മുമ്പ് വീണ്ടും അവൾ അവനെ വിളിച്ചു. എന്നെ തനിച്ചു വിടുകയാണോ? ഞാനല്ല,
നീയാണല്ലോ എന്നെ തനിച്ചാക്കി പോകുന്നത്. ഇനിയും നിനക്ക് ബോധ്യമായില്ലേ? ഇനിയെങ്കിലും സത്യത്തിലേക്ക്, ഇസ്ലാമിലേക്ക് വന്നുകൂടെ? ഇക്കുറിയും പരാജയമായിരുന്നു ഫലം. സൈനബ് നടന്നു. അവസാന കണ്ണീർ തുള്ളിയും അവിടെ ഉപേക്ഷിച്ച് അങ്ങ് ദൂരേക്ക്, ഇസ്ലാം വിജയത്തിൻ്റെ വെന്നിക്കൊടി നാട്ടിയ നാട്ടിലേക്ക്. വാതിൽക്കൽ നിന്നുകൊണ്ട് ദുഃഖഭാരത്താൽ വിങ്ങിപ്പൊട്ടി നിൽക്കുന്ന അബുൽ ആസ് സൈനബ് മക്കയുടെ ഏതോ തെരുവിൻ്റെ തിരിവിൽ മറയുവോളം അവളെ നോക്കി നിന്നിരിക്കണം. അവൾ ഇടയ്ക്ക് തിരിഞ്ഞ് നോക്കുന്നുണ്ടായിരുന്നു. താൻ കൂടെ പോകുമെന്ന് അവൾ അപ്പോഴും പ്രതീക്ഷിച്ചിരുന്നുവോ? ഒടുവിൽ കണ്ണിൽ നിന്നും അവൾ പൂർണ്ണമായും മറഞ്ഞപ്പോൾ അയാൾ വീട്ടിനകത്തേക്ക് കയറിപ്പോയി. ആ വീട്ടിൽ ഇനി സൈനബില്ല, സൈനബിൻ്റെ പ്രണയവും. പുലർക്കാലം. ബാങ്ക് കൊടുക്കാൻ സമയമാവുന്നതേയുള്ളൂ. മദീന ശാന്തമായി ഉറങ്ങുകയാണ്. വാതിലിൽ ശക്തിയായ ഒരു മുട്ടൽ കേട്ട് ഞെട്ടലോടെ സൈനബ് എഴുന്നേറ്റു. ആരാണ് ഈ അസമയത്ത്? വാതിൽ തുറന്നു നോക്കിയ സൈനബ് തൻ്റെ കണ്ണുകളെ വിശ്വസിക്കാൻ കഴിഞ്ഞില്ല. അബുൽ ആസ്. ദൈവമേ, ഒടുവിൽ കാത്തിരിപ്പിന് വിരാമമാവുകയാണോ? ഹബ്ബാറിൻ്റെ ദ്രോഹങ്ങളും മറികടന്നു മദീനയിലെത്തിയത് മുതൽ ഇന്ന് വരെ കഴിഞ്ഞ 6 വർഷങ്ങൾ. അതെ, നീണ്ട 6 വർഷങ്ങളിൽ ഓരോ നിമിഷവും അവൾ കാത്തിരുന്നത് ഈ ഒരു നിമിഷത്തിനായാണ്. അബുൽ ആസ് ഇസ്ലാമിലേക്ക്, അതുവഴി വീണ്ടും തന്നിലേക്ക് വരുന്ന ദിവസത്തിനായി. ഒരിക്കലും അവരെ മറ്റൊരു വിവാഹത്തിന് തയ്യാറായില്ല. തൻ്റെ കുഞ്ഞുങ്ങൾ മാത്രമുള്ള ഒരു ലോകത്ത് അബുൽ ആസിൻ്റെ ഓർമ്മകളുമായി കഴിയാനായിരുന്നു അവൾക്ക് താല്പര്യം. അവൾക്കുറപ്പായിരുന്നു ഒരു നാൾ അവൻ വരുമെന്ന്. ഇപ്പോഴിതാ തൻ്റെ കൺമുന്നിൽ അവൻ വീണ്ടും. പക്ഷേ മനസ്സിൽ തിരതല്ലിയ ആഹ്ലാദത്തിന് നിമിഷങ്ങളുടെ ആയുസ്സേ ഉണ്ടായിരുന്നുള്ളൂ. അബുൽ ആസ്ലി മുസ്ലിമായോ മുഹാജിറായോ വന്നതല്ല, മറിച്ചു അഭയം തേടി വന്നതാണത്രേ. മക്കയിൽ നിന്നും മദീന വഴി ഷാമിലേക്കൊരു കച്ചവട സംഘവുമായി പോകുകയായിരുന്നു അബുൽ ആസ്. തങ്ങളുടെ നാട്ടിലൂടെ ചരക്കുകളുമായി സഞ്ചരിക്കുകയായിരുന്ന ശത്രുഭടനെ കണ്ട മദീനയിലെ സൈനികർ സംഘത്തെ തടഞ്ഞു നിർത്തി. അവർ കച്ചവട ചരക്കുകൾ പിടിച്ചെടുത്തു. പക്ഷേ അബുൽ ആസ് എങ്ങനെയോ അതിസമർത്ഥമായി അവരുടെ കണ്ണ് വെട്ടിച്ചു അവിടെ നിന്നും ഓടി രക്ഷപ്പെട്ടു. അയാൾക്ക് അഭയം അന്വേഷിച്ചെല്ലാൻ മറ്റൊരു വീടുണ്ടായിരുന്നില്ല, മറ്റൊരു ആളുണ്ടായിരുന്നില്ല മദീനയിൽ. അങ്ങനെ 6 വർഷങ്ങൾക്ക് ശേഷം കാലം അബുൽ ആസിനെ വീണ്ടും സൈനബിൻ്റെ മുന്നിൽ എത്തിച്ചു. ഭർത്താവായിട്ടല്ല, അഭയാർത്ഥിയായിട്ട്. സൈനബിൻ്റെ ഉള്ളിൽ മുട്ടിട്ട സന്തോഷം എത്ര പെട്ടെന്നാണ് ഇല്ലാതായത്. എങ്കിലും അവൾ അത് പുറത്തു കാണിച്ചില്ല. ഭയക്കേണ്ട, അലിയുടെയും ഉമൈമയുടെയും പിതാവേ, എൻ്റെ മാതുലപുത്ര, സൈനബിൻ്റെ വീട്ടിലേക്ക് സ്വാഗതം. ഫജർ നമസ്കാരത്തിനു സലാം വീട്ടിയതും മസ്ജിദുൻ നബവിയിലെ ജനക്കൂട്ടത്തിന് പിറകിൽ നിന്നും ഉച്ചത്തിലൊരു സ്ത്രീ ശബ്ദം. അബുൽ ആസ് ഇബ്നു റബീഇനെ ഞാൻ സ്വതന്ത്രനാക്കിയിരിക്കുന്നു. ശബ്ദം കേട്ട് നബി തിരിഞ്ഞു നോക്കി. ഞാനിപ്പോൾ കേട്ട ശബ്ദം നിങ്ങളും കേട്ടുവോ? അതേ പ്രവാചകരെ, ഞങ്ങളും കേട്ടു. ഏവർക്കും ആകാംക്ഷയായി. സൈനബ് എഴുന്നേറ്റു. എല്ലാ ദൃഷ്ടികളും ഇപ്പോൾ നബിപുത്രിയുടെ മേലെയാണ്. അബുൽ ആസ് എൻ്റെ മാതുലപുത്രനാണ്, എൻ്റെ കുട്ടികളുടെ പിതാവും. ഞാൻ അദ്ദേഹത്തെ സ്വതന്ത്രനാക്കിയതായി പ്രഖ്യാപിക്കുന്നു. അടുത്ത ബന്ധുക്കളെയും സുഹൃത്തുക്കളെയും അവരെ അപകടകാരികളല്ലെങ്കിൽ സ്വതന്ത്രരാക്കാൻ ഏവർക്കും അവകാശം ഉപയോഗപ്പെടുത്തുക മാത്രമായിരുന്നു സൈനബ്. കാര്യങ്ങൾ വ്യക്തമായി പഠിച്ച ശേഷം നബി എഴുന്നേറ്റ് നിന്നു. അല്ലയോ ജനങ്ങളെ, ആ മനുഷ്യന് എൻ്റെ മകളുടെ ഭർത്താവായിരുന്ന കാലത്തോളം എനിക്കെന്നും ഒരു നല്ല മരുമകനായിരുന്നു. എനിക്ക് അദ്ദേഹത്തെ നന്നായി അറിയാം. അദ്ദേഹം ഒരിക്കലും വാക്ക് ലംഘിക്കാറുണ്ടായിരുന്നില്ല, കളവ് പറയുന്നവനുമല്ല, അയാൾ അപകടകാരിയുമല്ല. അതിനാൽ നിങ്ങൾക്ക് സമ്മതമാണെങ്കിൽ അദ്ദേഹത്തിൻ്റെ കച്ചവട ചരക്കുകളുമായി അദ്ദേഹത്തെ ഞാൻ നാട്ടിലേക്ക് തന്നെ തിരിച്ചയക്കാം. അതല്ല, നിങ്ങൾക്ക് സമ്മതമല്ലെങ്കിൽ അത് നിങ്ങളുടെ തീരുമാനത്തിന് വിടുന്നു. ഞാൻ നിങ്ങളെ കുറ്റപ്പെടുത്തില്ല. പുഞ്ചിരി തൂകി അവർ ഒരേ സ്വരത്തിൽ മറുപടി നൽകി. പ്രവാചകരെ, അദ്ദേഹത്തിൻ്റെ സമ്പത്തുമായി തിരിച്ചയക്കുക. നബിയെപ്പോലെ തന്നെ കരുണാർദ്രമനസ്കരായ അനുയായികൾ, അതല്ലാതെ വേറെ എന്തു മറുപടി പറയാൻ? നബി സൈനബിനെ നോക്കി വിളിച്ചു പറഞ്ഞു. സൈനബ്, നീ സ്വതന്ത്രനാക്കിയവനെ ഞങ്ങളും സ്വതന്ത്രനാക്കിയിരിക്കുന്നു. ശേഷം നബി പതിയെ സൈനബിൻ്റെ അടുത്തേക്ക് നടന്നു. എന്നിട്ട് അവളോട് മാത്രമായി പറഞ്ഞു, അവനോട് നല്ല രീതിയിൽ വർത്തിക്കുക. അവൻ നിന്റെ മാതുലപുത്രനാണ്, നിന്റെ കുഞ്ഞുങ്ങളുടെ പിതാവുമാണ്. പക്ഷേ നിന്റെ ഭർത്താവല്ല. അവന് നിനക്ക് വിലക്കപ്പെട്ടവനാണ്. അതിനാൽ ഭർത്താവ് എന്ന രീതിയിൽ നിന്നെ സമീപിക്കുന്നതിനെ സൂക്ഷിക്കുക. ക്ഷീണം മാറിയതും അവനെ തിരിച്ചയക്കുക. വിനയാനിതയായി സൈനബ് മറുപടി നൽകി. അതേ പിതാവേ, താങ്കൾ പറയുന്നത് ഞാൻ അനുസരിക്കുന്നു.